തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ചരിത്ര, സാംസ്കാരിക, സഭാ, സാമൂഹിക പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആ ലേഖനങ്ങളുടെ ഉള്ളടക്കം, ഘടന എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. ഈ എപ്പിസോഡിൽ നമ്മൾ ഈ ലേഖനങ്ങളുടെ പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. മുൻപ് ഞാൻ പറഞ്ഞിരുന്നതുപോലെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ ലേഖനങ്ങളുടെ സാംസ്കാരിക, സാമൂഹിക, സഭാ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ലേഖനങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും അത്യന്താപേക്ഷിതമായി നമ്മളെ സഹായിക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. ഇല്ലെങ്കിൽ ഇത് കത്തുകളെന്ന നിലയിൽ ഈ ലേഖനങ്ങൾ ആര് ആദ്യമായി സ്വീകരിച്ചു, ആരെ ഉദ്ദേശിച്ച് എഴുതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ഈ ലേഖനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അത് വ്യാഖ്യാനം ചെയ്യുവാൻ പരിശ്രമിക്കുമ്പോൾ, അതിൻ്റെ ഉള്ളടക്കവും സന്ദേശവും ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുമ്പോൾ ഒന്നുകിൽ തെറ്റിദ്ധാരണജനകമായ ചിന്തകളിലേക്കും അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കും വീണു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഈ ലേഖനങ്ങളുടെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. ഇന്ന് ഈ ലേഖനങ്ങളുടെ ഉള്ളടക്കം, ഘടന എന്നിവയെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ലേഖനങ്ങളുടെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. നമുക്കറിയാം, കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം സഭയിലെ ഭിന്നതകൾ, അധാർമികത, ഉപദേശകരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളുള്ള ആശയക്കുഴപ്പം എന്നിവയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങളുടെ പ്രധാന പ്രതിപാദ്യ വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആയിരിക്കും. കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം മുതൽ 4-ാം അധ്യായം 21-ാം വാക്യം വരെ നമുക്കറിയാവുന്നതുപോലെ തന്നെ സഭയിലെ ഐക്യത്തെക്കുറിച്ചാണ് അപ്പസ്തോലൻ പ്രതിപാദിക്കുന്നത്. വ്യത്യസ്ത നേതാക്കളോടുള്ള കൂറിൻ്റെ പേരിൽ കൊറിന്തോസിലെ സഭയിൽ ഭിന്നതകൾ ഉടലെടുത്തു. അതിനെക്കുറിച്ച് നമുക്കറിയാം. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേഫാസിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അങ്ങനെയുള്ള ഗ്രൂപ്പിസം അല്ലെങ്കിൽ വിവിധ നേതാക്കളോടുള്ള പക്ഷം ചേരൽ അല്ലെങ്കിൽ സുവിശേഷകരോടുള്ള പക്ഷം ചേരൽ സഭയിൽ ഭിന്നതയ്ക്ക് കാരണമായി. അതിനാൽ ക്രിസ്തു മാത്രമാണ് അടിസ്ഥാനമെന്നും നേതാക്കന്മാർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ദാസന്മാരാണെന്നും പൗലോസ്ലീഹ ഊന്നി പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ഈ കാര്യം ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെതായ ആ ഒരു സൊല്യൂഷനും നൽകുന്നുണ്ട്. 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. രണ്ടാമത്തേത് കുരിശും ദൈവത്തിൻ്റെ ജ്ഞാനവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ഭോഷത്തരവും. 1-ാം അധ്യായം 18 മുതൽ 2-ാം അധ്യായം 16 വരെയുള്ള ഈ ഒരു ദർശനം, കുരിശിൻ്റെ സന്ദേശം ലോകത്തിന് ഭോഷത്വമാണെങ്കിലും അത് രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്, അടയാളമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത് ലോകത്തിന് പോഷകരമായ ഒരു ആശയമാണെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര രഹസ്യം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവുമായി മനുഷ്യജ്ഞാനത്തെ പൗലോസ്ലീഹ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാൾ വലുതാണ്. മൂന്നാമത് ക്രിസ്തീയ പക്വതയും വിശുദ്ധിയും. അവരുടെ സാമൂഹിക സാംസ്കാരിക തലങ്ങളിൽ അവരുടെ ജീവിതചര്യകളിലേക്ക് സ്ലീഹ കടന്നു ചെല്ലുകയാണ്. സഭാംഗങ്ങളിലെ അധാർമികത പൗലോസ്ലീഹ തിരുത്തുന്നുണ്ട്. 5 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഇത് തിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പുതിയ കാഴ്ചപ്പാട് അവർക്ക് നൽകുകയാണ്. ഈ അധാർമികതകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു പോംവഴിയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് തങ്ങൾ ഓരോരുത്തരും, സഭയെന്ന് പറയുന്നത് സഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ഉള്ള വസ്തുത അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 6-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങളിൽ അങ്ങനെ പക്വതയും വിശുദ്ധിയും കാത്ത് സൂക്ഷിക്കുവാനായിട്ട്
അവരെ പൗലോസ്ലീഹ പ്രേരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. നാലാമതായിട്ട് 7 മുതൽ 10 വരെ ഉള്ള അധ്യായങ്ങളിൽ വിവാഹം, ബ്രഹ്മചര്യം, ക്രിസ്തീയ സ്വാതന്ത്ര്യം തുടങ്ങിയ അവരുടെ ജീവിതത്തിലെ സാധാരണവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ തലങ്ങളിലെ കുറിച്ച് പൗലോസ്ലീഹ അവിടെ വിശദീകരിക്കുന്നുണ്ട്. വിവാഹം, ഏകാന്ത ജീവിതം അല്ലെങ്കിൽ ഏകത്വ വ്രതം, ലൈംഗികമായ സദാചാരം എന്നിവയെക്കുറിച്ച് പൗലോസ്ലീഹ ഈ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അതിനു വേണ്ടതായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഇവിടെ തന്നെ ആരാധനയുടെ ഭാഗമായിട്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പൗലോസ്ലീഹ മാർഗനിർദ്ദേശം നൽകുന്നു. സ്നേഹത്താലും മറ്റുള്ളവരുടെ ദുർബലതയെ അല്ലെങ്കിൽ ദുർബലമായ മനസാക്ഷിയെ കരുതിയും ക്രിസ്തീയ സ്വാതന്ത്ര്യം എങ്ങനെ നയിക്കപ്പെടണമെന്ന് പൗലോസ്ലീഹ അവിടെ പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ സ്വതന്ത്രരാണെങ്കിലും ഈ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും ബലഹീനരായ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെടാത്ത, വിശ്വാസത്തിൻ്റെതായ ആ ഒരു സ്വാതന്ത്ര്യം യഥാർത്ഥ രീതിയിൽ അനുഭവിക്കുവാൻ പറ്റാത്ത, അതിലേക്ക് വളരാത്തവരെ ഓർത്തുകൊണ്ട് അനുഭാവപൂർവ്വം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അഞ്ചാമതായി ആരാധനയും കൂദാശകളും. കർത്താവിൻ്റെ അത്താഴം അല്ലെങ്കിൽ ദ ലോർഡ്സ് സപ്പർ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ 11-ാം അധ്യായം 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്നത് ഈ ആരാധനയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഐക്യത്തോടെയും യോഗ്യമായും അർപ്പിക്കണം. അല്ലെങ്കിൽ ആരാധനയിൽ സ്ത്രീ പുരുഷന്മാർ ഔചിത്യം കാണിക്കണം, അച്ചടക്കം കാണിക്കണം എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ആരാധനയിലുള്ള ചില അനാചാരങ്ങളോ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയോ കാരണം അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ട്, ഒരു പോംവഴിയായിട്ടാണ് പൗലോസ്ലീഹ ഇത് അവതരിപ്പിക്കുന്നത്. ആറാമതായി ആത്മീയ ദാനങ്ങളും സ്നേഹവും തമ്മിലുള്ള ബന്ധം വളരെ സ്പഷ്ടമായിട്ട് 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കുക, 12-ാം അധ്യായത്തിൽ ആത്മീയ ദാനങ്ങളും 14-ാം അധ്യായത്തിൽ സഭയിലെ ആരാധനയിൽ അല്ലെങ്കിൽ സഭയുടെ അച്ചടക്കത്തെക്കുറിച്ചും പറയുമ്പോൾ അതിൻ്റെ മധ്യത്തിലായിട്ട് എല്ലാത്തിൻ്റെയും പൂർത്തീകരമായിട്ട് സ്നേഹത്തിൻ്റെ ഈ ഒരു വലിയ സന്ദേശം അല്ലെങ്കിൽ ഭാഗം അല്ലെങ്കിൽ അഗാപ്പയാണ്, സ്നേഹമാണ് ഏറ്റവും വലിയ സമ്പത്ത്, ദാനം എന്ന് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ശരീരം അല്ലെങ്കിൽ സഭയാകുന്ന ശരീരം കെട്ടിപ്പടുക്കുന്നതിന് ക്രമീകൃതമായ കൃത്യമായ അച്ചടക്കത്തിൽ അല്ലെങ്കിൽ കൃത്യതയിൽ അടിസ്ഥാനപ്പെടുത്തി ആരാധന ആവശ്യമാണ്. ദാനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഒരേ ആത്മാവ് തന്നെ ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആത്മീയ ദാനങ്ങളും സ്നേഹവും എന്ന ചില കാര്യങ്ങൾ പൗലോസ്ലീഹ ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നു. അവസാനമായിട്ട് 7-ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നതാണ്. വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് കർത്താവായ യേശു മിശിഹായുടെ പുനരുത്ഥാനം. ഈ പുനരുത്ഥാനം വിശ്വാസികൾക്ക്, അവിടുന്ന് വിശ്വസിക്കുന്നവർക്ക് പുനരുത്ഥാനം ഉറപ്പു നൽകുന്നു എന്ന് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പുനരുത്ഥാനമില്ലാതെ തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ശൂന്യമാണ്, അതുപോലെ തന്നെ സുവിശേഷം അർത്ഥമില്ലാത്തതാകും എന്ന് പൗലോസ്ലീഹ പറയും. ഇതാണ് കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ പ്രധാന വിഷയങ്ങൾ. ഇനിയും 2-ാം ലേഖനത്തിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കടക്കുന്നു. നമുക്കറിയാം, സഭയുടെ ഉള്ളിലുണ്ടായിരുന്ന സഭാ വിശ്വാസികൾ അനുഭവിച്ച വെല്ലുവിളികൾക്ക് മറുപടിയായിട്ട് പൗലോസ്ലീഹ 1-ാം ലേഖനം എഴുതിയെന്ന് നമുക്കറിയാം. പക്ഷേ 2-ാം ലേഖനത്തിൽ വരുമ്പോൾ പൗലോസ്ലീഹ തൻ്റെ അപ്പസ്തോലത്വത്തെക്കുറിച്ച് ന്യായീകരിക്കുവാനും തൻ്റെ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രത്തെ കൂടുതൽ ആഴത്തിലാക്കുവാനാണ് പരിശ്രമിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. 1, കഷ്ടപ്പാടുകളിൽ ആശ്വാസത്തിൻ്റെ ദൈവം. 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കഷ്ടപ്പാടുകൾക്കിടയിലും ആശ്വാസത്തിൻ്റെ ഉറവിടമായി ദൈവത്തെ പൗലോസ്ലീഹ എടുത്തു കാണിക്കുന്നു. കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമ്മളെ സജ്ജരാക്കുന്നുവെന്നും സ്ലീഹ പഠിപ്പിക്കുന്നു. 2, അപ്പസ്തോലിക ശുശ്രൂഷയുടെ ആധികാരികത 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സുവിശേഷത്തിൻ്റെ ആത്മാർത്ഥതയും വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരായുള്ള ചില പ്രത്യേകതകളും, അവരും യഥാർത്ഥ പ്രവാചകന്മാരും സുവിശേഷകരും വ്യാജ ഉപദേഷ്ടാക്കളും പ്രവാചകന്മാരും സുവിശേഷകരും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുവാൻ ഈ അധ്യായങ്ങളിൽ പൗലോസ്ലീഹ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഉടമ്പടി എന്നുള്ളത് അക്ഷരത്തിൻ്റേതല്ല, ആത്മാവിൻ്റേതാണെന്ന് ഇവിടെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വാക്ചാതുരിയുടേതല്ല, പിന്നെയോ ആത്മാവിൻ്റെ ശക്തിയാണ്, പ്രവർത്തനമാണ് 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയുടെ മഹത്വം,
പഴയതിനെ മറികടക്കുന്നു. അതുകൊണ്ട് പഴയതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയല്ല, പഴയതിലൂടെ പുതിയതിലേക്ക് കടന്നു വരുവാനുള്ള ആ ഒരു ശ്രദ്ധയാണ് നമുക്ക് വേണ്ടതെന്ന് 3-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മൺപാത്രത്തിലെ നിധി. ക്രിസ്തീയ ആധ്യാത്മികതയുടെ കർത്താവായ യേശുമിശിഹായിൽ വിശ്വസിക്കുന്ന ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്ന അവതരിപ്പിക്കപ്പെടുന്ന ഒരു ആത്മീയ ദർശനമാണ് മൺപാത്രങ്ങളിലെ നിധി. 4-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നാം നടക്കുന്നത്. 5-ാം അധ്യായം 7-ാം വാക്യം. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ദൈവത്തിൻ്റെ ശക്തിയിലാണ് ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ പോയിന്റ്, ക്രിസ്തുവിലുള്ള അനുരഞ്ജനം എന്ന് പറയുന്ന ഈ ഒരു ദർശനം 5-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നു, നമുക്ക് അനുരഞ്ജന ശുശ്രൂഷയെ നൽകുന്നു. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്, അവൻ അനുരഞ്ജനത്തിൻ്റെ അപ്പോസ്തലനാണ് എന്ന് പൗലോസ് പറയുന്നു. 5-ാമത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തീയ ഔദാര്യം അല്ലെങ്കിൽ ദാനം നൽകുന്നതിലുള്ള ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മളുടെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ആധ്യാത്മിക ദർശനം, ദൈവിക ദർശനവും നമുക്ക് ഇവിടെ നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്വയം ദാനത്തെ, തന്നെ ദാനം ചെയ്ത, അവനെല്ലാം ഉള്ളവനായിരുന്നിട്ടും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തത് പ്രതിഫലിപ്പിക്കുകയാണ് നമ്മുടെ ഔദാര്യം അല്ലെങ്കിൽ നമ്മുടെ ദാനശീലമെന്ന് പൗലോസ് ശ്ലീഹ ഈ ഒരു വേദഭാഗത്ത് 8-ഉം 9-ഉം അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ജെറുസലേമിലെ സഭയ്ക്ക് വേണ്ടുന്നതായ ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പൗലോസ് ശ്ലീഹ ഇത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ കൃത്യം പറയുന്നു, സന്തോഷത്തോടെ നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 6-ാമത്തെ പോയിന്റ്, പൗലോസ് ശ്ലീഹായുടെ അപ്പസ്തോലിക അധികാരവും ബലഹീനതയും ഒരുമിച്ച് കൊണ്ടുപോയി. അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹായുടെ ബലഹീനത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി അപ്പോസ്തോലൻ എന്ന അദ്ദേഹത്തിൻ്റെ അധികാരത്തിലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യമായി തീരുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലികത്തിന് ആധികാരികത ഉണ്ടാകുന്നു എന്നുള്ളതും ഈ വേദഭാഗത്ത് അധ്യായം 10 മുതൽ 13 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിശക്തരായ ചില അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഈ വ്യാജപ്രവാചകന്മാർ, പൗലോസ് ശ്ലീഹയുടെ എതിരാളികൾ എന്ന് പറയുന്നവർക്ക് വാക്ചാതുര്യം ഉണ്ടായിരുന്നു, പല രീതിയിലുള്ള കഴിവുണ്ടായിരുന്നു. അവർ പൗലോസ് ശ്ലീഹായെ അവഗണിച്ചു അല്ലെങ്കിൽ ചെറുതാക്കി കാണുന്നു. ഇവർക്കെതിരെ തൻ്റെ ശുശ്രൂഷയെ പൗലോസ് ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബലഹീനത, താഴ്മ, സഹനം എന്നിവയിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജഡത്തിൻ്റെ മുള്ള് 12-ാം അധ്യായം 7 മുതൽ 10, എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് ദൈവം നൽകിയത്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ പൂർണ്ണത പ്രാപിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ ഇതിലൂടെ വെളിപ്പെടുത്തുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ. പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് 1-ാം ലേഖനത്തിനും 2-ാം ലേഖനത്തിനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവയൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ഉള്ളടക്കത്തിലേക്ക് കടക്കുക. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചുള്ള ആധികാരികമായും ദൈവശാസ്ത്രവുമായ ദർശനങ്ങളെ മനസ്സിലാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു റെപ്പറ്റീഷൻ ആയിരിക്കും, പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം ഒരു ആദ്യകാല സമൂഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട രേഖകൾ നമുക്ക് നൽകുന്നു. ഈ കത്തിൻ്റെ രൂപരേഖ പരിശോധിച്ചാൽ നിർദ്ദിഷ്ടവും പ്രത്യേകവുമായ ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു സാന്ദർഭിക കത്താണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ പൗലോസ് ശ്ലീഹ കൂടുതൽ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ എല്ലാം കാണുന്നതിനാണ് പൗലോസ് ശ്ലീഹ ഈ ലേഖനം എഴുതുന്നത്. അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് വിശ്വാസ സത്യങ്ങളാൽ സമ്പന്നമായ ഒരു ലേഖനമായിട്ട് ഇത് മാറുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ്, വിശ്വാസത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ പൗലോസ് ശ്ലീഹ സഭയെ എങ്ങനെ നയിക്കുന്നു എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ്. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളിലൂടെ താൻ വിശ്വസിക്കുന്ന, തനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ആ സുവിശേഷത്തിന്റെ അനുഭവത്തിൽ എങ്ങനെ സാധാരണ ജീവിതത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും എന്ന് പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് 1-ാം ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. വളരെ ഡൗൺ ടു എർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്ന ലേഖനങ്ങളാണ്. വിവിധ ജീവിത പ്രശ്നങ്ങൾ അവിടെ വളരെ കൃത്യമായിട്ട്, യാതൊരുവിധ മറവുമില്ലാതെ കൃത്യമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു ഉത്തരം നൽകുന്നുണ്ട്.
ലോകത്തിലായിരിക്കുന്ന സഭയുടെ ദൗത്യവും സാഹചര്യവും കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറഞ്ഞു. സഭ ലോകത്തിലാണ്. ലോകത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതിനല്ല, ഓടിപ്പോകുന്നതിനല്ല, പിന്നെ മറിച്ച് ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനാണ് ദൈവം സഭയെ സ്ഥാപിച്ചതെന്ന്, അല്ലെങ്കിൽ ലോകത്തെ വിശുദ്ധീകരിക്കുന്നതിന്, ലോകത്തിൽ ദൈവിക രക്ഷ സാധ്യതമാക്കുന്നതിന് വേണ്ടിയാണ് സഭയ്ക്ക് ഉള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആ ഒരു മനോഭാവം സഭയ്ക്ക് ഉണ്ടാകണം. കാരണം ലോകത്തിൻ്റെ ആത്മാവിൽ സ്വാധീനത്തിൽ സഭ, അല്ലെങ്കിൽ കൊരിന്ത്യർ സഭ അങ്ങനെ ലോകത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഓരോ കഴിവുകളിലൊക്കെ അവർ ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലോ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് വേർപെട്ട് യഥാർത്ഥ ക്രിസ്തീയ സമൂഹമായി ജീവിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ലേഖനത്തിൽ. അതാണ് ഈ ഒരു ലേഖനത്തിൻ്റെ ദൈവശാസ്ത്രം. ഇനിയും കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം പൗലോസ്ലീഹായുടെ അപ്പസ്തോലിക അനുഭവത്തിൽ രചിക്കപ്പെടുകയും അതിൻ്റെ ഒരു ചിത്രീകരണവും ആയതുകൊണ്ട് ഇതിൻ്റെ കേന്ദ്ര ദൈവശാസ്ത്ര പ്രമേയം സഹനവും മഹത്വവും തമ്മിലുള്ള ബന്ധമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സഹിക്കേണ്ടതുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ മഹത്വം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് തമ്മിലുള്ള ഒരു ബന്ധമാണ് പൗലോസ്ലീഹ തൻ്റെ അപ്പസ്തോലികത്വം അല്ലെങ്കിൽ അപ്പസ്തോലനം എന്നുള്ള തൻ്റെ സ്വത്വം അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വം അത് വിശദീകരിക്കുന്നതിനും അത് കൺവിൻസിങ് ആയിട്ട് പറയുന്നതിനും വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ്ലീഹ ലേഖനത്തിൽ പല കാര്യങ്ങളും പറയുന്നു. അദ്ദേഹത്തിൻ്റെ യുഗാന്ത ശാസ്ത്രവും ക്രിസ്തു ദർശനവും ത്തിലുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പഴയ നിയമ ചട്ടക്കൂടിൽ ഇതിനെ വികസിപ്പിച്ചെടുത്ത് അപ്പോസ്തലൻ എന്ന നിലയിൽ തൻ്റെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദൈവിക രഹസ്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ സഭാമക്കൾക്ക് പൗലോസ്ലീഹ ഈ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നൽകുന്നു. ഈ ലേഖനത്തിൽ പൗലോസ് സ്ലീഹ അവതരിപ്പിക്കുന്ന പ്രമേയം ലളിതവും അതേസമയം ആഴമേറിയതാണ്. ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ തൻ്റെ സാധുതയെ ചോദ്യം ചെയ്യുന്നതിനെ ഖണ്ഡിച്ചുകൊണ്ട് തൻ്റെ സഹനം, തൻ്റെ അപ്പോസ്തലത്വത്തെ സാധൂകരിക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന അവൻ്റെ സ്വന്തം ശക്തിയെയും മഹത്വത്തെയും കുറിച്ച് അറിയിക്കുവാനും ദൈവം നിയോഗിച്ച മാർഗമാണെന്ന് പൗലോസ് സമർത്ഥിക്കുന്നു. തൻ്റെ സഹനം, തൻ്റെ കഴിവില്ലായ്മ എന്ന് ശത്രുക്കൾ പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ ബലഹീനത എന്ന് ശത്രുക്കൾ പറയുന്ന എല്ലാ കാര്യത്തിലൂടെയും ദൈവത്തിൻ്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. അത് ബലഹീനനായ ക്രൂശിതനായ ക്രിസ്തുവിലും നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു താരതമ്യത്തിലൂടെയാണ് തൻ്റെ അപ്പസ്തോലത്വത്തിൻ്റെ ആധികാരികത പൗലോസ് ഉറപ്പിക്കുന്നത്. അതാണ് ഈ ഒരു ലേഖനത്തിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ ദൈവശാസ്ത്രം. ഒരു യഥാർത്ഥ അപ്പസ്തോലൻ എന്ന നിലയിൽ പൗലോസിൻ്റെ സഹനവും ആത്മാവിലുള്ള ശുശ്രൂഷയും പൗലോസിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ കുരിശും പുനരുദ്ധാനവും ശക്തിയും എങ്ങനെ വെളിപ്പെടുത്തുന്നുവെന്ന് ഈ ലേഖനത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 2 ലേഖനങ്ങളിലും എല്ലാ ക്രിസ്ത്യാനികളും പീഡിപ്പിക്കപ്പെടണമെന്നോ സഹിക്കണമെന്നോ ഒരു ആഹ്വാനമോ അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിൻ്റെ ദൈവശാസ്ത്രം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഫോക്കസ് ഈ ലേഖനത്തിലില്ലെങ്കിലും ഒരു അപ്പസ്തോലൻ എന്ന നിലയിൽ താൻ വിളിക്കപ്പെട്ട അതേ തരത്തിലുള്ള സഹനത്തിലേക്ക് ദൈവജനവും ചിലപ്പോൾ കൊണ്ടുപോകപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളെയും സഹനത്തെയും ദൈവത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതിനുള്ള അവസരങ്ങളായി അല്ലെങ്കിൽ മാർഗങ്ങളായി മാറുമെന്ന് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുന്നത്. അതാണ് സഹനത്തിന്റെ ദൈവശാസ്ത്രം ഇവിടെ കൃത്യമായിട്ട് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാമത്തെ 7-ാം വാക്യമൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക, ഈ പറയുന്ന വേദഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ നമുക്കിത് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. തൻ്റെ അപ്പസ്തോലിക അധികാരത്തിനുള്ള ന്യായവാദത്തിൽ പൗലോസ്ലീഹ ചില പ്രത്യേക താരതമ്യം നടത്തുന്നുണ്ട്. അതിനൊരു ഡിഫറെൻറ്റ് സ്റ്റേജസ് തൻ്റെ വാദത്തിന് അദ്ദേഹം അവതരിപ്പിക്കും. 1, സീനായ് ഉടമ്പടിയുമായുള്ള ബന്ധത്തിൽ പുതിയ ഉടമ്പടിയുടെ സ്വഭാവം എന്തായിരിക്കുന്നു? അത് കൊരിന്ത്യർക്കാർക്ക് 2-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഴയതിൻ്റെ ഇടയിൽ പുതിയ സൃഷ്ടി അല്ലെങ്കിൽ പഴയ സൃഷ്ടിയായിരിക്കുന്ന പഴയ ഉടമ്പടിയുടെ ഭാഗമായിരിക്കുന്നതിൽ പുതിയ ഉടമ്പടിയുടെ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ സൃഷ്ടി, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായിരിക്കുന്നവരുടെ ആ പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും? കൊരിന്ത്യർക്കാർക്ക് 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം തൊട്ട് 5-ാം അധ്യായം 21-ാം വാക്യം വരെ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇനി അടുത്തത് ക്രിസ്തു ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാത്ത ഒരു വ്യക്തി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നില്ല
എന്ന് പൗലോസ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം, 8-ാം അധ്യായം 1 മുതൽ 9-ാം അധ്യായം 14-ാം വാക്യങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ വരാമാകുന്ന സഹനത്തെ ഇങ്ങനെ പൗലോസ് വിശദീകരിക്കുന്നു തൻ്റെ സഹനവുമായിട്ട് ബന്ധപ്പെടുത്തി. അതായത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമം, പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതം, അതുപോലെ തന്നെ പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടി, ക്രിസ്തു ദർശനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം, ലൗകിക ദർശനങ്ങളെക്കാൾ മാനുഷിക ദർശനങ്ങളെക്കാൾ ദൈവിക ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതം. അവിടെ സഹനം എന്ന് പറയുന്നത്, ബലഹീനത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി. അല്ലെങ്കിൽ നമ്മൾ ഓർക്കുക, കൊരിന്ത്യർ 1-ാം ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ഭോഷത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാൾ ബുദ്ധിയേക്കാൾ തുലവും വലുതാണ് എന്ന് പറയുന്ന ആ ദർശനം. അപ്പോൾ തൻ്റെ ഉപദേശവും ആശയങ്ങളും വാക്കുകളും മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും ക്രിസ്തീയ അനുഭവവും ക്രിസ്തു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ അപഗ്രഥിച്ചുകൊണ്ടാണ് പൗലോസ് ലീഹ ഈ കത്തുകൾ എല്ലാം എഴുതുന്നത്. അതുകൊണ്ട് ഈ ദൈവശാസ്ത്ര ദർശനത്തിലേക്ക് നമ്മൾ ഓർക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളിലെ പ്രധാന ദൈവശാസ്ത്ര ദർശനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമുക്കറിയാം, ദൈവശാസ്ത്രപരവും പ്രായോഗികപരമായ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിലാണ് അതിൻ്റെ ഈ 2 ലേഖനങ്ങളുടെയും മഹത്വം ഇരിക്കുകയും ചെയ്യുന്നത്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനത്തിൽ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു എന്നുള്ള സഭാവിജ്ഞാനീയത്തിലെ പ്രധാന ദർശനം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ബൈബിൾ ഭാഗങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 12-ാം അധ്യായം 12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ സന്ദർഭം നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. കോറിന്തോസിൻ്റെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുടെ രക്ഷാധികാരി വിധേയൻ എന്നുള്ള ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ, അതുകൊണ്ടാണ് ഞാൻ പൗലോസിൻ്റെ, കേപ്പായുടെ, അപ്പോളോസിൻ്റെതാണെന്നുള്ള രീതിയിൽ എൻ്റെ രക്ഷാധികാരി പൗലോസാണ്, എൻ്റെ രക്ഷാധികാരി കേപ്പയാണ്, എൻ്റെ രക്ഷാധികാരി അപ്പോളോസാണ്, എൻ്റെ രക്ഷാധികാരി യേശുവാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് 1 കൊരിന്തോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാം മത്സരവും വിഭാഗീയതയും വന്നിടുന്നത്. ഇങ്ങനെയുള്ള അവകാശങ്ങളോടൊപ്പം തന്നെ വാക്ചാതുര്യം, സാമൂഹികമായ സ്ഥാനം, അതുപോലെ തന്നെ ദാനങ്ങൾ, ഇവയ്ക്കെല്ലാം ഒരു അതായത് കൊടുക്കേണ്ടതിൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു വിലയും മാനവും ഇവിടുത്തെ സഭ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ പശ്ചാത്തലം. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് സഭ എന്നുള്ളത് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതൊക്കെയാണ്. സഭ എന്നുള്ളത് കൂടിവരവിൻ്റെ ഒരു സ്ഥലമല്ല, ഒരു കെട്ടിടം എന്നതിനേക്കാൾ ഉപരിയായി സഭ വിശ്വാസികളുടെ ഒരു സമൂഹമാണ്. അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ആലയമാണ്. സഭ ദൈവത്തിൻ്റെ ആലയമാണ്. 3, 16, 17 വാക്യങ്ങൾ. അതുപോലെ തന്നെ ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിൽ, കരിസ്മാറ്റ, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ശുശ്രൂഷകളും എല്ലാം തന്നെ ഒരേ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരേ കർത്താവിൻ്റെ ഒരേ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഈ ദാനങ്ങളോ കഴിവുകളോ ശുശ്രൂഷകളോ എല്ലാം തന്നെ വൈവിധ്യമാർന്നതാണെങ്കിൽ ഇവയെ യോജിപ്പിക്കുന്ന ഒന്ന് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ആത്മാവ് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത്. 12:7. അതുകൊണ്ട് ഉറവിടം ഒന്നായതുകൊണ്ട് ആത്മാവിലുള്ള ഐക്യം സഭയുടെ ഭാഗമായിട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. 12:4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ലീഹ പറയുന്നത്, വിശ്വാസികൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. ഓരോ അംഗവും ഈ ഒരു ഐക്യത്തിൽ, ഒരു ശരീരത്തിലെ അവയവങ്ങളാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ, ഐക്യത്തിൽ, വിഭാഗീയതയ്ക്കെതിരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് സഭയിലെ ഐക്യത്തിനും ആ ഐക്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹവുമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പൗലോസ് ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓർത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 12-ാം അധ്യായം 14-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നത് നടുക്കുകൊണ്ട് ദ ഹിം ഓഫ് ലവ്, ഹിം ഓഫ് അഗാപ്പെ, സ്നേഹത്തിൻ്റെ ആ ഒരു കീർത്തനം വെച്ചിരിക്കുന്നത് 13-ാം അധ്യായം. ഇനി സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതിനാൽ നമുക്ക് ഐക്യം ലഭിക്കുന്ന എന്താണ്? ജ്ഞാനസ്നാനത്താലും ആത്മാവിനാലുമാണ്. അതുകൊണ്ട് സഭ സാമൂഹ്യ പദവി ഒന്നുമല്ല, അല്ലെങ്കിൽ മനുഷ്യ നേതാക്കളിലോ ഒന്നുമല്ല സഭയുടെ മഹത്വത്തിൻ്റെ മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളോ. പിന്നെയോ ആത്മാവിലും നമുക്ക് ലഭിച്ചതായ, ക്രിസ്തുവിൽ ലഭിച്ചതായ ജ്ഞാനസ്നാനത്തിലൂടെയുള്ള രക്ഷയിലുമാണ് എന്ന് പൗലോസ് ലീഹ ഇവിടെ പറയുന്നത്. രണ്ടാമത്തേത് സോറ്റീരിയോളജി, അതായത് രക്ഷയുടെ ദൈവശാസ്ത്രം.
ഈ രക്ഷയുടെ ദൈവശാസ്ത്രത്തെ ബന്ധിപ്പിക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവും കുരിശും. ഇതിൻ്റെ വേദഭാഗങ്ങൾ, ഉപോത്ഭകമായ വേദഭാഗങ്ങൾ കൊരിന്തോസ്യർക്ക് 1-ാം ലേഖനം 1:18 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലവും നമ്മൾ ഓർക്കുക. കൊരിന്തോസിലെ സഭയിലെ അംഗങ്ങൾ അതിമനോഹരമായ പ്രസംഗ പാടവത്തെയും ബഹുമതിയെയും സ്ഥാനത്തെയും അംഗീകാരത്തെയും പ്രശസ്തിയെയും വലുതായി കരുതി. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലെങ്കിൽ രക്ഷകൻ എന്ന് പറയുന്ന ആള് ക്രൂശിക്കപ്പെട്ടവനെയാണ് ഒരു രക്ഷകനായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു പരാജയം ഉണ്ടാക്കുന്ന പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ ആരും ആകർഷിക്കപ്പെടാത്ത ഒരു പ്രസംഗമായിട്ടോ ഒരു ഭോഷത്വമായിട്ടോ അവർ കണക്കാക്കി. അതിനാൽ അവർ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിനപ്പുറം എന്ത് ചെയ്തു? അവർക്ക് ഉയർത്തെഴുന്നേറ്റപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ കൂടുതൽ അർത്ഥം കണ്ടെത്തി. ഇതിനെയാണ് പൗലോസ്ലീഹ ഈ ക്രൂശില്ലെങ്കിൽ രക്ഷയില്ല, നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത് ഈ ക്രിസ്തുവിൻ്റെ സാധനത്തിലൂടെയാണെന്നുള്ള ആ ഒരു കാര്യം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ദർശനങ്ങൾ ഇതാണ്. കുരിശ് ലോകത്തിന് ഭോഷത്വമാണ്, മാനുഷികമായ ദർശനത്തിൽ ഭോഷത്വമാണ്. എന്നാൽ വിശ്വാസികൾക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ജ്ഞാനിയെയും ശക്തനെയും നിർവീര്യമാക്കുവാനും ഒരു വ്യക്തിയുടെ ബോസ്റ്റിംഗ് നിരായുധമാക്കുവാനും ദൈവം ഭോഷന്മാരെ അല്ലെങ്കിൽ ദുർബലന്മാരെ തിരഞ്ഞെടുക്കുന്നു. 1-ാം അധ്യായം 27 മുതൽ 29 വരെ വാക്യങ്ങൾ അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ യുക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയാണ് രക്ഷ. ആ ദൈവിക ജ്ഞാനം മനുഷ്യന് ഭോഷത്വമായി തോന്നുമെങ്കിലും ആ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭോഷത്വത്തെ, മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ വലുതാണ് ഈ ദൈവത്തിന്റെ ഭോഷത്വം എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ കുരിശിൽ വെളുത്തപ്പെടപ്പെട്ട ആ രക്ഷാകര ദൗത്യം കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ ബലഹീനതയിലൂടെയാണ് ദൈവത്തിന്റെ ശക്തിയാൽ രക്ഷ സാധ്യമാകുന്നത്. വെളിപാട് എന്ന് പറയുന്നത് ഈ രക്ഷയുടെ അല്ലെങ്കിൽ ആ ഒരു കുരിശിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന രക്ഷയാണ് വെളിപാട്. അത് ജ്ഞാനത്തിൻ്റെ ലൗകിക അല്ലെങ്കിൽ മാനുഷിക മാനദണ്ഡങ്ങളെ തകിടം മുറിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനം ആണെന്ന് 1:24-30 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുരിശ് ദൈവത്തിൻ്റെ ജ്ഞാനമാണെന്ന് പറയുന്നുണ്ട്. എളിമ, ശക്തി എന്നിവ, എളിമയിൽ ശക്തി അല്ലെങ്കിൽ ബലഹീനതയിൽ ശക്തി വെളിപ്പെടുന്നു. മനുഷ്യൻ്റെ അഹങ്കാരത്തെ അത് തകിടം മറിക്കുന്നു. അപ്പോൾ രക്ഷയുടെ ദൈവശാസ്ത്രത്തെയും ക്രിസ്തു ദർശനത്തെയും സംയോജിപ്പിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ഈ ക്രൂശിതനായ ക്രിസ്തുവിലാണെന്നുള്ളത് അതാണ് അവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇനി 3-ാമത്തെ ദൈവശാസ്ത്ര ദർശനം ന്യൂമറ്റോളജി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവിക വിജ്ഞാനം. ഇതിൻ്റെ ബൈബിൾ ഭാഗങ്ങൾ, വേദഭാഗങ്ങൾ നമുക്ക് കാണുന്നത് കൊരിന്തോസ്യർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ, അതുപോലെ തന്നെ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 9-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ സന്ദർഭം അല്ലെങ്കിൽ പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കുക. സഭ അല്ലെങ്കിൽ കൊരിന്തോസിലെ സഭ ആത്മീയ വരദാനങ്ങളാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. എന്നാൽ സ്നേഹത്തിനും ഐക്യത്തിനും പ്രാധാന്യം കൊടുക്കാതെ പകരം പ്രശസ്തിക്കും പൊതുസമ്മതിക്കും അല്ലെങ്കിൽ സാമൂഹിക സ്ഥിതിയിലുള്ള ഔന്നത്യത്തിനും അവ നേടിയെടുക്കുന്നതിനുമാണ് അംഗങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പോൾ അതിനുള്ള ഒരു മാർഗമായിട്ട് പോലും ആത്മാവിൻ്റെ വരദാനങ്ങളെ അവർ ഉപയോഗിച്ചു. ഇതിനെതിരെയുള്ള ഒരു ആത്മാവിൻ്റെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറ്റോളജി ഇവിടെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ പൗലോസ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിർണായക പങ്ക് വഹിക്കുന്നു. അവരുടെ അവകാശത്തിൻ്റെ ഒരു നിക്ഷേപമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിലുള്ള അവകാശത്തിൻ്റെ നിക്ഷേപമായിട്ടാണ് ആത്മാവിലുള്ള ദാനങ്ങൾ, വരദാനങ്ങൾ അവർക്ക് നൽകപ്പെടുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രവൃത്തികൾ പുനരുത്ഥാനം, വിശുദ്ധീകരണം, ശാക്തീകരണം എന്നിവയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മനിയന്ത്രണം എന്നിവ ഒരു വിശ്വാസിയിലേക്ക് കടന്നു ചെല്ലുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനം, ആത്മാവിൽ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം, സഭ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു എന്നുള്ളൊരു ദൈവശാസ്ത്ര ദർശനമാണ് ഈ വേദഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ 2 ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. അടുത്തതായി നമ്മൾ
വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം 4-ാമത്തെ പോയിന്റായിട്ട് യൂക്കറിസ്റ്റിക് തിയോളജി. ഇതിനുള്ള വേദഭാഗങ്ങൾ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 11-ാം അധ്യായം 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഇത് ദ ലോർഡ്സ് സപ്പർ, കർത്താവിൻ്റെ അത്താഴം, കീരിയാക്കോൺ ഡെയ്പ്നോൻ എന്ന് പറയുന്ന ആ ഒരു ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ കൊരിന്തോസിലുള്ള സാമൂഹിക പശ്ചാത്തലം നമ്മളിവിടെ കാണും. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ധനികർ ആയിട്ടുള്ളവർ അവരുടേതായ ഒരു കമ്പനി കൂടി നേരത്തെ തന്നെ വന്ന് സ്വന്തം ഭക്ഷണം കഴിച്ചിട്ട് കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കുകയും ദരിദ്രരായവരെ ലജ്ജിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ദരിദ്രരെ അവഗണിക്കുകയും ചെയ്തു. ഇത് കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ സാമൂഹികമായ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ, വിഭാഗീയതയ്ക്ക് കാരണമായി, സ്ട്രാറ്റിഫിക്കേഷന് കാരണമായി. ഇതിനെതിരെയാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ പ്രധാന ദർശനങ്ങൾ, ദൈവശാസ്ത്ര ദർശനങ്ങൾ ഇതാണ്. യൂക്കറിസ്റ്റിക് തിയോളജി, അതായത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആധികാരികമായ ആദ്യകാല ദൈവിക ദർശനങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾ, ബൈബിൾ ദർശനങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് കാണാം. ക്രിസ്തീയ ആരാധനയിലും ജീവിതത്തിലും വിശുദ്ധ കുർബാനയുടെ കേന്ദ്രസ്ഥാനം ഈ വേദഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ യൂക്കറിസ്റ്റിക് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ടീച്ചിങ്, ഇതൊക്കെ അതിൻ്റെ ആദ്യകാല സാക്ഷ്യങ്ങൾ ഒന്നാണ് ഈ വേദഭാഗം. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അയോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കരുത്. ക്രിസ്തുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഹോളി കുർബാന, വിശുദ്ധ ബലിയിൽ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്, യഥാർത്ഥ ശരീരവും രക്തമാണ്. അതായത് യഥാർത്ഥമായും കർത്താവ് അവിടെ സന്നിഹിതനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവൻ അയോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കൂദാശയിൽ പങ്കെടുക്കുമ്പോൾ കൂദാശയിലുള്ള ദ സാക്രമെന്റൽ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതുപോലെ തന്നെ സഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അസ്തിത്വം, ഇവയെ രണ്ടിനെയുമാണ് ലജ്ജിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഇവയ്ക്ക് രണ്ടിനുമെതിരെയാണ് പാപം ചെയ്യുന്നതെന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ഈ ഒരു ദർശനത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂക്കറിസ്റ്റിക് തിയോളജിയുടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് വിശ്വാസികളെ ഒരു ശരീരമായിട്ട് ഒന്നിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത്, സഭയെ രൂപപ്പെടുന്നത് വിശുദ്ധ കുർബാനയാണെന്ന് പറഞ്ഞു. കമ്മ്യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, കമ്മ്യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ആസ് വൺ ചർച്ച്, കമ്മ്യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ആസ് വൺ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ ഒരു ദർശനം അവതരിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമായോ രക്തവുമായോ ഉള്ള യഥാർത്ഥ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ യോജിപ്പ് അംഗങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയിലൂടെയാണ്, അല്ലെങ്കിൽ ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ ഈ ഒരു യോജിപ്പ് നടക്കുകയില്ല. അതുകൊണ്ടാണ് വിഭാഗീയതയ്ക്കെതിരെ ശക്തമായിട്ട് യൂക്കറിസ്റ്റിക് തിയോളജി അവതരിപ്പിക്കുന്നത്. അതിനാൽ വിശുദ്ധ കുർബാനയുടെ യോഗ്യമായ സ്വീകരണം വിശ്വാസികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അല്ലെങ്കിൽ ഈ ഐക്യം, പരസ്പരം അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, സഭയുടെ ഗാത്രമായിട്ടുള്ള ഒരേ ഒരു ഗാത്രം, കർത്താവിൻ്റെ ശരീരം എന്ന നിലയിലുള്ള ഒരുമിച്ചുള്ള നിലനിൽപ്പിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏത് പ്രവൃത്തിയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള അയോഗ്യതയായിട്ട് തീരും എന്ന് പൗലോസ്ലീഹ അറിയിക്കുന്നു. ഇനിയും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്നതും വളരെ കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അനുരഞ്ജനം ആവശ്യമാണ്, പരസ്പരം അനുരഞ്ജനം, ദൈവമായിട്ടുള്ള അനുരഞ്ജനം, നീതിപൂർവമായ പ്രവർത്തനം ആവശ്യമാണ്. കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിലൂടെയും അല്ലെങ്കിൽ അവൻ്റെ ദ ലോർഡ്സ് സപ്പറിൽ ഉണ്ടാകുന്നു എന്നത് അംഗീകരിക്കുന്നതും അനിവാര്യമാണ്. ഇവിടെ നമുക്കറിയാം യൂക്കറിസ്റ്റിക് തിയോളജിയുടെ അടിസ്ഥാനപരമായ ദർശനങ്ങൾ, പ്രധാനപ്പെട്ട ദർശനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 6, സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം, അഗാപ്പെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് ആ വേദഭാഗമാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഇതിൻ്റെ സന്ദർഭം നമ്മൾ ഓർക്കണം. സ്നേഹത്തെക്കുറിച്ചുള്ള ഈ ഗാനം 12-ാം അധ്യായത്തിന്, വരദാനങ്ങളെക്കുറിച്ചുള്ള അധ്യായത്തിനും 14-ാം അധ്യായം ആരാധന, സഭയിലെ ആരാധനയിലുള്ള അച്ചടക്കത്തെക്കുറിച്ചുള്ള അധ്യായത്തിനും ഇടയിലാണ് മനഃപൂർവ്വം സ്ഥാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്
മികച്ച മാർഗമായിട്ട് നമ്മൾ കാണുന്നത് സ്നേഹമാണ്, സ്നേഹത്തിലുള്ള ജീവിതമാണ്. ദ തിയോളജി ഓഫ് ലവ്, അഗാപ്പെ, അതിൻ്റെ പ്രധാനപ്പെട്ട ദർശനം ഇതൊക്കെയാണ്. വിശ്വാസത്തെയും പ്രത്യാശത്തെയും മറികടക്കുന്ന ഏറ്റവും വലിയ ദൈവശാസ്ത്ര പുണ്യമാണ് സ്നേഹം. സ്നേഹമില്ലാത്ത ത്യാഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്നേഹത്തിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമേ ആത്മാവിൻ്റെ വരദാനങ്ങൾക്ക് മൂല്യമുണ്ടാവൂ. അല്ലെങ്കിൽ സ്നേഹത്തിന് അധിഷ്ഠിതമായിട്ട് ഈ വരദാനങ്ങൾ ഒരുവൻ്റെ ജീവിതത്തിൽ വിളങ്ങുമ്പോൾ മാത്രമേ അതിന് മൂല്യമുണ്ടാവൂ. ഇല്ലെങ്കിൽ അതിന് യാതൊരു മൂല്യവുമില്ല, അതിന് ഫലമില്ലാതായി തീരും. സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവവും ക്രിസ്തീയ സമൂഹത്തിൻ്റെ അടിസ്ഥാനവുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ സമൂഹം, ദ ക്യാരക്ടർ ഓഫ് ചേർച്ച്, ദ ക്യാരക്ടർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ലവ്. അത് വിശ്വാസത്തെയും പ്രത്യാശയും പൂർണ്ണമാക്കുന്നുണ്ട്. അത് ആത്മാവിൻ്റെ ശുശ്രൂഷകളുടെയും ദാനങ്ങളുടെയും ആ ഒരു പ്രചോദനത്തിൽ, അല്ലെങ്കിൽ ആ ദാനങ്ങളും ശുശ്രൂഷകളും നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ നിലയിൽ പ്രശോഭിതമാകുവാൻ സ്നേഹം നമ്മളെ സഹായിക്കുന്നു. ഏഴാമത്തെ ദൈവശാസ്ത്ര ദർശനം എസ്കത്തോളജി, അല്ലെങ്കിൽ പുനരുത്ഥാനം. നമുക്കറിയാം അതിൻ്റെ വേദഭാഗം പൗലോസിലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായമാണ്. ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വിശ്വാസികൾ ചിലർ ശാരീരികമായ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിശ്വാസികളുടെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും, അവർക്ക് പുനരുത്ഥാനമുണ്ട്, മരിച്ചവരിൽ നിന്ന് ക്രിസ്തു പുനരുത്ഥാനം ചെയ്തുകൊണ്ട് വിശ്വാസികളും പുനരുത്ഥാനം ചെയ്യുമെന്നുള്ള സുവിശേഷത്തെ ചിലരൊക്കെ നിഷേധിച്ചു. അതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ ഇവയൊക്കെയാണ്. അതാണ് കെരിഗ്മ, അല്ലെങ്കിൽ വിശ്വാസ സത്യം, വിശ്വാസ ബോധ്യം, വിശ്വാസ പഠനം എന്ന് പറയുന്നത് ഇതാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ പ്രകാരം അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു. 15:3-5 വരെയുള്ള വാക്യങ്ങൾ. പുനരുദ്ധാനം ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. 15-ാം അധ്യായം 14-19 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വിശ്വാസത്തിൻ്റെ അടിത്തറയായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എല്ലാ വിശ്വാസികളുടെയും മനുഷ്യരുടെ ഭാവി ആയിട്ട് ഈ പുനരുദ്ധാനത്തെയാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഭാവിയായിട്ട് മരണത്തിനെതിരായി ക്രിസ്തുവിൻ്റെ വിജയത്തിൽ വിശ്വാസികളും പങ്കുചേരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദർശനം എസ്കത്തോളജി അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ആ ഒരു ദൈവശാസ്ത്ര ദർശനം അവതരിപ്പിക്കുന്നു. അതിനകത്ത് നമ്മൾ ഒന്ന് ഓർക്കുക, ഈ പുനരുത്ഥാനം എന്ന വാക്ക് അനസ്താസിസ് എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഈ വാക്ക് ഒരു ആത്മീയ ഉയർത്തെഴുന്നേൽപ്പിനെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റിസറക്ഷൻ എന്നതിനെ മാത്രമല്ല, ബോഡ്ലി റിസറക്ഷൻ, അതായത് കർത്താവായ യേശു മിശിഹ ഉയർത്തെഴുന്നേറ്റ് പോലെ ശാരീരികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഈ അനസ്താസിസ്. അതാണ് ഇവിടെ. ഇപ്പം ഇവിടെ പൗലോസ് വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പല്ല, പിന്നെയോ ശാരീരികമായിട്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത്, ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കുന്നത്, ഡ്യുവലിസത്തിൻ്റെ ഒരു ദുർസ്വാധീനം കൊരിന്തോസിലെ സഭയിൽ ഉണ്ടായതുകൊണ്ട് ശരീരം മോശം, ആത്മാവ് വലുത്, അല്ലെങ്കിൽ ലൗകിക കാര്യങ്ങൾ മോശം. നമുക്കറിയാമല്ലോ, ജ്ഞാനവാദത്തിൻ്റെ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ ഭാഗമായിട്ട്, ഗ്നോസ്റ്റിസത്തിൻ്റെ ചെറിയ ചെറിയ ലാഞ്ചനകളുടെ ഭാഗമായിട്ട് വന്നതാണ് പ്ലേറ്റോ എന്ന് പറയുന്ന തത്വചിന്തകൻ്റെ ഡ്യുവലിസം എന്ന കോൺസെപ്റ്റിൻ്റെ ആ ഒരു സ്വാധീനം ഇവിടെ വരുന്നത്. അത് മാറ്റാൻ കൂടിയായിരിക്കാം പൗലോസ് ലീഹ ഇവിടെ ശരീരത്തിൻ്റെ പുനരുത്ഥാനം, അതായത് ശരീരം മോശമാണ് എന്ന് പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ പ്രാധാന്യമുള്ളത് എന്ന് ശരിയല്ല. കാരണം അവിടെ ഒത്തിരി ബലഹീനതകൾ ഉണ്ടായിട്ട് പോലും ഉണ്ട്. അവിടുത്തെ സഭ ഈ ശരീരത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു തലത്തിൽ പോലും ആത്മാവിനെക്കുറിച്ച് അവർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടിനെയും ഒരുമിച്ച്, ദ ബാലൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സോൾ, ആത്മാവും ശരീരവും തമ്മിലുള്ള ആ ഒരു ബാലൻസ്, അത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ പുനരുത്ഥാനം ക്രിസ്തീയ പ്രത്യാശയ്ക്ക്, ഹോപ്പിന് അത്യന്താപേക്ഷിതമാണ്. ആത്മാവിൻ്റെ ചൈതന്യത്താൽ രൂപാന്തരപ്പെട്ട മഹത്വത്തിലാണ് രക്ഷ നമ്മളെ ചേർപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ദ ക്രിസ്റ്റോളജിക്കൽ കോൺസെപ്റ്റ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു പുതിയ സൃഷ്ടി, ക്രിയേഷൻ ഉദ്ഘാടനം ചെയ്യുകയും അവസാന ശത്രുവായ മരണം നശിപ്പിക്കപ്പെടുന്നത് വരെ അവൻ വാഴുകയും ചെയ്യുന്നു. 15-ാം അധ്യായം
24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ പുനരുത്ഥാനത്തിൻ്റെ ആ ഒരു വലിയ ദർശനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ടീച്ചിങ്, പഠിപ്പിക്കൽ ഇവിടെ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ആ ഒരു ദൈവശാസ്ത്ര അവലോകനവും പഠനവും പൗലോസ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. ഇനിയും 8ാമത്തെ സുവിശേഷവും ദൈവിക വിജ്ഞാനവും. ഇതിൻ്റെ വേദഭാഗം നമ്മളറിയാം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് 1-ാം ലേഖനം 1-2 അധ്യായങ്ങളാണ്. ഇതറിയാം. കൊറിന്തോസിലെ സഭാംഗങ്ങൾ, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ജ്ഞാനം നേടുന്നതിനും ശ്രദ്ധേയമായ ഒരു പ്രസംഗ ശൈലിയും ആകർഷകമായ വാക്ചാതുര്യയെപ്പറ്റി അവർ അനുചിതമായിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷവും ദൈവത്തിൻ്റെ ജ്ഞാനവും. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മനുഷ്യൻ കരുതുന്ന പോലെയുള്ളതാണോ ശരിക്കുള്ള ജ്ഞാനം? അല്ലെങ്കിൽ വിഡ്ഢിത്തമായിട്ട് മനുഷ്യൻ കരുതുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതാണോ ജ്ഞാനം എന്നുള്ളത് അവർ വിവേചിച്ചറിയണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ ലോകം സുവിശേഷത്തെ വിഡ്ഢിതമായി കാണുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ ശക്തിയായ ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ വെളിപ്പെടുത്തുന്ന രക്ഷയുടെ സന്ദേശമാണ്. സുവിശേഷം എന്താണ് വെളിപ്പെടുത്തുന്നത്? അതായത് രക്ഷകൻ ഈ കുരിശിൽ മരിച്ച് ബലഹീനതായ ആർക്കും ഒരു വ്യത്യസ്തമായ ഒരു കാര്യമോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കാര്യമോ നൽകാത്ത ഈ രക്ഷകൻ എന്ന് പറയുന്നത് ഈ കുരിശിൽ കിടന്ന് മരിച്ച വ്യക്തിയാണ്, അവനാണ് എല്ലാവരെയും രക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിയാണ്. ഇത് വളരെ ഭോഷത്വമായ അല്ലെങ്കിൽ മൂഢമായ ഒരു സന്ദേശമാണ്. ആരും ഇതിൽ ആകർഷിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത്? അതിനാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ വിശ്വാസം എൻ്റെ വാക്ചാതുര്യയിലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചത്, നിങ്ങൾ വിശ്വാസികളായത് ദൈവത്തിൻ്റെ ശക്തിയാണ്. കൊറിന്തോസ്യർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് കൃത്യം പറയുന്നുണ്ട്. ആ ഒരു ദൈവിക ശക്തിയിലാണ് നിങ്ങൾ വിശ്വാസികളായത്. ഇതാണ് ദൈവിക രഹസ്യം അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വലിയ സന്ദേശം. മനുഷ്യൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ദാർശനിക ഊഹോപാഹങ്ങളുടെയും വാക്ചാതുര്യത്തിൻ്റെയും നല്ല രീതിയിലുള്ള പ്രസംഗ പാടവത്തെയും അടിസ്ഥാനം ഉള്ളതാക്കരുത്. അല്ലെങ്കിൽ മനുഷ്യജ്ഞാനം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ്. അതല്ലെങ്കിൽ ഫിലോസഫിക്കൽ തിങ്കിങ്, റെറ്റോറിക്കൽ സ്കിൽസ്, അതുപോലെ തന്നെ ഓററ്റോറിക്കൽ ട്രെയിനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിസ്ഡം, അറിവ്, നോളജ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ അവഗണിക്കുന്നതിലൂടെയോ ബലഹീനമായിട്ട് കരുതുന്നതിലൂടെയോ അല്ലെങ്കിൽ മണ്ടത്തരമായിട്ട് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത മൂഢമായ കാര്യങ്ങളിൽ വേണമെങ്കിലും വെളിപ്പെടും ദൈവത്തിന്. അതാണ് സുവിശേഷത്തിൻ്റെ വെളിപ്പെടുത്തൽ. എന്താണ്? ക്രൂശിതനാണ് രക്ഷകൻ, ബലഹീനനാണ് രക്ഷകൻ, ഇവന് ക്രൂശിൽ കിടന്ന് ഇല്ലായ്മ ചെയ്ത ഇവനാണ് രക്ഷകൻ. അപ്പോൾ അതാണ് ദൈവിക ജ്ഞാനം. അപ്പോൾ സുവിശേഷത്തിലെ ക്രൂശിതൻ്റെ കേന്ദ്രസ്ഥാനം അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ആണ് രക്ഷ എന്നുള്ളത് ആണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് ഈ ഒരു ദൈവശാസ്ത്ര തലം നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇനിയും കൊറിന്തോസ്യർക്ക് 2-ാം ലേഖനത്തിലെ ചില ദൈവശാസ്ത്ര ദർശനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അത് 9ാമത്തെ പോയിന്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന അപ്പസ്തോലിക ശുശ്രൂഷയും പുതിയ ഉടമ്പടിയും അല്ലെങ്കിൽ ശുശ്രൂഷയും ദൗത്യവും. അതിനുള്ള വേദഭാഗങ്ങൾ കൊറിന്തോസ്യർക്ക് 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ സന്ദർഭം ഇതാണ്. പൗലോസ്ലീഹ തൻ്റെ അപ്പസ്തോലികത്വം അല്ലെങ്കിൽ അപ്പസ്തോലൻ എന്ന തൻ്റെ ആ ഒരു അസ്തിത്വവും തൻ്റെ ശുശ്രൂഷയും എതിരാളികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ എതിരാളികൾ എന്ന് പറയുന്ന ചില വലിയ സൂപ്പർ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ കോറിന്തോസിലുള്ള ആളുകൾ അംഗീകരിച്ച ചില വ്യക്തികൾ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അവരെയും തന്നെയും താരതമ്യപ്പെടുത്തുകയും അതെല്ലാം ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു ദർശനമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതൊക്കെയാണ്. ദൈവശാസ്ത്ര ദർശനങ്ങൾ ദൗത്യത്തിൽ എളിമയുള്ള സേവനത്തിൻ്റെയും ദൈവിക ശാസ്ത്രീകരണത്തിൻ്റെയും ഒരു ദൈവശാസ്ത്രം പൗലോസ്ലീഹ തൻ്റെ അപ്പസ്തോലൻ എന്ന പദവിയുടെ ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദൈവിക ശുശ്രൂഷ, സുവിശേഷൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു സേവനമാണ്. അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവർ ദുർബലരാണ്,
അവർ കളിമൺ ഭരണികൾ പോലെയാണ്, പാത്രങ്ങൾ പോലെയാണ്. ദൈവത്തിൻ്റെ നിധി എന്ന് പറയുന്ന ഈ സുവിശേഷം അവർ ഈ കളിമൺ പാത്രങ്ങളെ, അല്ലെങ്കിൽ ദുർബലമായ അവരുടെ വ്യക്തിത്വത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം അവരെ സംരക്ഷിക്കുകയും ഈ സുവിശേഷത്തിലൂടെയുള്ള ആ ഒരു ശക്തി അവരിൽ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ജീവൻ തങ്ങളുടെ സ്വന്തം ജീവിതത്തിലൂടെ ഈ അപ്പോസ്തലന്മാർ, യഥാർത്ഥ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തണം. 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഇത് യേശുവിൻ്റെ മരണം പറയുമ്പോൾ നേതൃത്വത്തിന് ദുർബലത അല്ലെങ്കിൽ ബലഹീനതയെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സുതാര്യതയെ പറ്റി പറയുന്നു. അപ്പോൾ നേതൃത്വം എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത്, സഭയിലെ ആ നേതൃത്വം എന്ന് പറയുന്നത്, അപ്പോസ്തലൻ എന്ന് പറയുന്നത് യേശുവിനെ പോലെ ദുർബലനാകുകയും അതേപോലെ തന്നെ യേശുവിനെ പോലെ ശക്തിയുള്ളവനാകുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ. അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ആത്മാവിനെ നൽകപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആത്മാവാണ്, ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതേ സമയത്ത് തന്നെ അധികാരം എന്ന് പറയുന്നത് ക്രൂശിതവുമാണ്, ബലഹീനവുമാണ്. കർത്താവിനെ നോക്കി ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയിലേക്ക് തുടർച്ചയായി രൂപാന്തരിക്കപ്പെടുന്നതാണ് വിശുദ്ധീകരണം. ഈ ഒരു വിശുദ്ധീകരണം തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷ പ്രഘോഷകർ. ഇതാണ് ആ ഒരു ദൈവശാസ്ത്രം. 10-ാമത്തെ പോയിന്റായിട്ട് അനുരഞ്ജനം. അനുരഞ്ജനം നമുക്ക് ലഭിച്ചവരാണ്, അനുരഞ്ജനത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് എന്നുള്ള കാര്യം ഇത് നമുക്കറിയാം. അവിടുത്തെ വിഭാഗീയതയും പരസ്പരമുള്ള അവർ തമ്മിലുള്ള നിയമ കോലാഹലങ്ങൾ അല്ലെങ്കിൽ പല പോരാട്ടങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബൈബിൾ ഭാഗം കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൻ്റെ സന്ദർഭം നമുക്കറിയാം. സഭയിൽ നിലനിരുന്ന മാത്സര്യവും കലഹവും തർക്കങ്ങളും ഒക്കെ. ഇതിൻ്റെ പ്രധാന ആശയങ്ങൾ: പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി, അങ്ങനെ അവനിൽ നാം ദൈവത്തിൻ്റെ നീതിയാകുന്നു. 5-ാം അധ്യായം 21-ാം വാക്യം. ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ തന്നോട് രഞ്ജിപ്പിച്ചു, അതിലൂടെ നമ്മളെ അനുരഞ്ജിപ്പിച്ചു, അനുരഞ്ജനത്തിന് ശുശ്രൂഷകരായി നമ്മളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷ നമുക്ക് നൽകി. അപ്പോൾ വി ആർ അംബാസഡേഴ്സ് ഓഫ് റിക്കൺസിലിയേഷൻ. ഇനിയും ഈ പാപമില്ലാത്ത ക്രിസ്തുവിനെ പാപമാക്കി എന്നുള്ളതിൻ്റെ ആ ഒരു തലം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. കാരണം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആ പാർട്ടിസിപ്പേഷൻ, ക്രിസ്തു നമ്മുടെ പാപാവസ്ഥയെ സുഖപ്പെടുത്തുവാനായി ക്രിസ്തു തന്നെ നമ്മളോട് അനുരൂപപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാപാവസ്ഥയെ മാറ്റുന്നു. രണ്ടാമത് സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ, അതായത് തന്നെ ബലിയായി, പാപപരിഹാര ബലിയായിട്ട് തന്നെ ക്രിസ്തു സമർപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് അനുരഞ്ജനവും പാപമോചനവും ലഭിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് അവനിലൂടെയുള്ള നമ്മുടെ നീതീകരണം ക്രിസ്തുവിനോടുള്ള അനുരൂപണത്തെയും പരസ്പരമുള്ള അനുരഞ്ജനത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഇത് ഒരു മാനദണ്ഡമില്ലാത്തതിന് അനുരഞ്ജനമല്ല നമ്മൾക്ക് കിട്ടിയത്. പിന്നെയോ നമ്മൾ അനുരഞ്ജിതരായത് ക്രിസ്തുവിലൂടെ ആയതുകൊണ്ട് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതിലൂടെയും പരസ്പരം നമ്മൾ അനുരഞ്ജനപ്പെട്ട് ഇരിക്കുന്നവരാകുന്നതിലൂടെയാണ് നമ്മൾ അനുരഞ്ജനത്തിൻ്റെ വക്താക്കളായി തീരുകയും യഥാർത്ഥ ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്യുന്നത്. അതായത് എ ക്രിസ്ത്യൻ ഹൂ ഈസ് നോട്ട് ആൻ അംബാസഡർ ഓഫ് റിക്കൺസിലിയേഷൻ ഇസ് നോട്ട് എ ട്രൂ ക്രിസ്ത്യൻ. കാരണം അനുരഞ്ജനത്തിൻ്റെ ആ ഒരു ശുശ്രൂഷ, ആ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷ എന്നത് വെറും ക്ഷമയല്ല, ഒരാളെ പാപം ക്ഷമിച്ചു എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള ഒരു പുതിയ സൃഷ്ടിയായി മറ്റൊരു ക്രിസ്തുവായി പരിവർത്തനം ചെയ്യുന്നു. അതായത് അനുരഞ്ജനത്തിൻ്റെ അംബാസിഡറായി തീരുക എന്നുള്ളത് കൂടി രക്ഷയുടെ അടിസ്ഥാനമായിട്ട് വരുന്നു. അതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രം. ഇനി 11-ാമത്തെ പോയിന്റ്, സഹനത്തിൻ്റെയും ദൈവശക്തിയുടെയും ദൈവിക ദർശനങ്ങൾ. ഇതിൻ്റെ വേദഭാഗങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 11-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും ഇതിൻ്റെ പശ്ചാത്തലവും നമ്മൾ ഓർക്കുക. എന്താണ്? കൊരിന്ത്യസിലെ സഭയിലെ അംഗങ്ങൾ പൗലോസിനെ ഒരു ദുർബല വ്യക്തിയായും മതിപ്പുളവാക്കാത്ത പ്രവാചകനായും കഴിവില്ലാത്ത പ്രസംഗകനായും കണക്കാക്കുകയും അതിലൂടെ അതിനേക്കാൾ മെച്ചപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹയുടെ അപ്പസ്തോലത്വത്തെയും അദ്ദേഹം പ്രസംഗിച്ച ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും വെല്ലുവിളിച്ചു അല്ലെങ്കിൽ അവഗണിച്ചു. ഞങ്ങൾക്ക്
ഇതിനേക്കാൾ മെച്ചപ്പെട്ട അപ്പോസ്തലന്മാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവാചകന്മാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട സുവിശേഷ പ്രഘോഷകരും നേതാക്കളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസ് ശ്ലീഹായെ അവഗണിക്കും. ഇത് നമുക്കറിയാം, കൊരിന്തോസ്യർക്ക് 2-ാം ലേഖനത്തിന്റെ പശ്ചാത്തലം കൂടിയാണ്. ഇവിടെ ഒരു ദൈവശാസ്ത്ര ദർശനം അവതരിപ്പിക്കുകയാണ്. എന്താണ് സഹനം, എന്താണ് ദൈവിക ശക്തി എന്നുള്ളത്. പൗലോസ് ശ്ലീഹയുടെ സഹനവും ബലഹീനതയും ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ എൻ്റെ ശക്തി പൂർണ്ണമാകുന്നു, പ്രകടമാകുന്നു. 12-ാം അധ്യായം 9-ാം വാക്യം. ബലഹീനത ഒരു തടസ്സമല്ല, മറിച്ച് ദൈവിക ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു മാർഗമാണ്. സഹനം, കഷ്ടപ്പാട് എന്നുള്ളതും ദൈവത്തിൻ്റെ ശക്തി, ആശ്വാസം അനുഭവിക്കുന്നുള്ള മാർഗമായിട്ട് ഈ സഹനമായി തീരുന്നു എന്നുള്ളത് പറയുന്നു. ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ്. 12-10 വാക്യം. ഇനിയും നമുക്കറിയാം, പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നീക്കം ചെയ്യാത്ത ഒരു മുള്ള് എന്നിലുണ്ട്. ഈ നീക്കം ചെയ്യാത്ത മുള്ളുകളിലൂടെയാണ് പലപ്പോഴും വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ സഹനം വളർച്ചയ്ക്കും പക്വതയ്ക്കും ശുശ്രൂഷയ്ക്കും ഒരു മാർഗമായി തീരുമെന്നും പൗലോസ് ശ്ലീഹ ഈ ഒരു ദൈവ ദർശനം, ദ തിയോളജി ഓഫ് സഫറിങ് ആൻഡ് ദ തിയോളജി ഓഫ് ദ പവർ ഓഫ് ദ ലോർഡ് ത്രൂ സഫറിങ് ഓർ ത്രൂ വീക്ക്നെസ്, അസ്തേനസ്, ആ ഒരു വീക്ക്നെസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ദൈവശാസ്ത്രം ഇതാണ്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വളരെ ഡൗൺ ടു എർത്ത്, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ദാനധർമ്മം അല്ലെങ്കിൽ ഔദാര്യത്തിൻ്റെ തിയോളജി. അതിനൊരു ദൈവശാസ്ത്ര മാനം പൗലോസ് ശ്ലീഹ കൊടുക്കുന്നുണ്ട്. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-9 വാക്യങ്ങൾ, 8-9 അധ്യായങ്ങൾ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-9 വാക്യങ്ങൾ. ഇതിൻ്റെ സന്ദർഭം നമുക്കറിയാം. ജെറുസലേമിലെ പാവപ്പെട്ടവരായ സഭാമക്കൾക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് ശ്ലീഹ ഒരു ദർശനം, ദൈവിക ദർശനം, ദൈവശാസ്ത്രപരമായ, അല്ലെങ്കിൽ ദ തിയോളജി ഓഫ് ഗീവിങ്, ദ തിയോളജി ഓഫ് ഡൊണേഷൻ, ദ തിയോളജി ഓഫ് ചാരിറ്റി, ഇതിനെപ്പറ്റി നമുക്ക് പറയാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. അതായത് ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ദാനധർമ്മം. അതായത് ക്രിസ്തുവിൻ്റെ കൃപയുടെയും സ്വഭാവത്തിൻ്റെയും പ്രതിഫലനമാണ് നമ്മുടെ ഔദാര്യം. അങ്ങനെ ആയിരിക്കണം. അവൻ സമ്പന്നനായിരുന്നെങ്കിലും അവൻ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന തന്നെ നമുക്ക് ദാനമായി നൽകി. 8-ാം അധ്യായം 9-ാം വാക്യം. അതിനാൽ നമ്മുടെ ഔദാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഗീവിങ്, സംഭാവനകൾ വഴി ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യമാക്കലിൽ നമ്മൾ പങ്കുചേരുന്നു. ക്രിസ്തു തന്നെ നമുക്ക് നൽകി, അതിലൂടെ നാം സമ്പന്നരായി. നമ്മളെ തന്നെ ക്രിസ്തുവിൻ്റെ ആ ഒരു മാതൃകയിൽ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നാം വീണ്ടും സമ്പന്നരാകുന്നു എന്നുള്ളത്, അവരും സമ്പന്നരാകുന്നു എന്നുള്ള ആ ഒരു കൃപയുടെ ആ ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ക്രമീകരണം, കാരിസ്, ദൈവിക വരദാനങ്ങൾ അല്ലെങ്കിൽ കൃപ ദാനധർമ്മത്തിന് കാരണമാകുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വയം ദാനം അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഒരു രൂപമാണ് ദാനധർമ്മം. അതൊരു വെറും മനുഷ്യ സ്നേഹമായിട്ടുള്ള ഒരു പ്രകടനമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫിലാന്ത്രോഫിക് എക്സർസൈസ്. ഇറ്റ് ഈസ് റിയലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ലൈഫ് ഗീവിങ് അല്ലെങ്കിൽ ഇൻ ദ സെൽഫ് ഗീവിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ദാനധർമ്മം കൊടുക്കലും സഭയുടെ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. ഇതിലൂടെയാണ് അവർ ഡൊണേഷൻസ് ആർ ഓൾവേസ് ഹെൽപ്പിംഗ് ദ ചേർച്ച് ഓർ അതർ മെമ്പേഴ്സ് ഓഫ് ദ ചേർച്ച് ഓർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതാണ് ദാനധർമ്മത്തിൻ്റെ ദൈവശാസ്ത്രം. 13-ാം തലം സഭയിലെ നേതൃത്വം അല്ലെങ്കിൽ ക്രിസ്തീയ കാര്യനിർവഹണം. വി ആർ സ്റ്റീവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ സഭയിലെ നേതൃത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ദൈവശാസ്ത്ര ദർശനവും പൗലോസ് ശ്ലീഹ നൽകുന്നുണ്ട്. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കത് കാണാം. ഇതിൻ്റെ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കും. കോറിന്തോസിലെ സഭയിൽ കടന്നുകൂടിയ പൗലോസ് ശ്ലീഹായ്ക്കെതിരായിട്ടുള്ള ചില വ്യക്തികൾ, അവരെ പൗലോസ് ശ്ലീഹ വിവരിക്കുന്ന ഇപ്രകാരമാണ്: വ്യാജ അപ്പോസ്തലന്മാർ, വ്യാജ പ്രസംഗകർ, തങ്ങളുടെ വയറ്റിപ്പിഴുപ്പിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുന്നവർ, സുവിശേഷം പ്രഘോഷിക്കുന്നതിന് മറ്റ് പ്രസംഗകരുടെ പോലെ തന്നെ അതിന് പ്രതിഫലം പറ്റുന്നവർ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രസംഗകർ, ഓറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോയേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഫലം പറ്റിക്കൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നത്.
അവരുടെ ഇടയിൽ നിന്ന് സഭയിലെ യഥാർത്ഥ അപ്പോസ്തലന്മാരെയും സുവിശേഷകരെയും വിശ്വാസികൾ വിവേകപൂർവ്വം അല്ലെങ്കിൽ വിവേചനപൂർവ്വം തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഈ ഒരു ദർശനം നമുക്ക് വന്നത്. ക്രിസ്ത്യൻ സ്റ്റീവർഷിപ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, ദ തിയോളജി ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഓർ ദ തിയോളജി ഓഫ് ക്രിസ്ത്യൻ സ്റ്റീവർഷിപ്പ്. വിനയം, സമഗ്രത, കാര്യനിർവഹണത്തിനുള്ള സമർപ്പണം, ആത്മാർത്ഥത, സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനുള്ള സന്നദ്ധ എന്നിവയാണ് ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ പ്രധാന സ്വഭാവങ്ങൾ. ക്രിസ്തീയ നേതാക്കന്മാരുടെ അധികാരം എന്നുള്ളത് സുവിശേഷത്തിൻ്റെയും ആത്മാവിൻ്റെയും ശക്തിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹിസ് പേഴ്സണൽ പവേഴ്സ് ഓർ പേഴ്സണാലിറ്റി. 2 കൊറിന്തോസ് 10:8-11 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്തീയ നേതൃത്വം ദൈവിക കാര്യങ്ങളുടെ വിചാരിപ്പുകാരായതുകൊണ്ട് അവർക്കൊരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർ ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരായതിനാൽ അവരുടെ സേവനത്തെയും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ശൈലിയെയും അടിസ്ഥാനമാക്കിയായിരിക്കും അവരെ ദൈവം വിധിക്കുന്നത്. കാരണം അവർക്ക് ഒരു വിധിയുണ്ട്. They will have to stand. Christian leaders and the stewards of Jesus Christ. As Christian leaders and as stewards of Jesus Christ, we have to stand before the Lord for judgment. അപ്പം നമ്മളെ എങ്ങനെയാണ് കർത്താവ് വിധിക്കുന്നത്? എങ്ങനെ നമ്മൾ സുവിശേഷം പ്രഘോഷിച്ചു? അതിൻ്റെ ശൈലി എന്തായിരുന്നു? എങ്ങനെയായിരുന്നു നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് നമ്മളുടെ സേവനം, സുവിശേഷത്തിൻ്റെ സേവനം നമ്മൾ നടത്തിയത്? 2 കൊറിന്തോസ് 5:10. അപ്പോൾ ഇതാണ് ദ തിയോളജി ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ആൻഡ് സ്റ്റീവർഷിപ്പ് എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളിലുള്ള ദൈവശാസ്ത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ മാനങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഓരോ വേദഭാഗവും വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നും വളരെ പ്രസക്തമായ ദൈവശാസ്ത്ര ദർശനങ്ങളാൽ സമ്പന്നവും സൂക്ഷ്മമായ പഠനം ഇനിയും ആവശ്യമുള്ളതുമായ ലേഖനങ്ങളാണ് പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ. അല്ലെങ്കിൽ സൂക്ഷ്മമായ പഠനത്തിനുള്ള സാധ്യത വീണ്ടും അത് നൽകുന്നുണ്ട്. അപ്പോൾ കുരിശിൻ്റെയും സുവിശേഷത്തിൻ്റെയും ആ ഒരു കേന്ദ്രസ്ഥാനം ഈ 2 ലേഖനങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്, വിശ്വാസ ജീവിതത്തിലും സഭാത്മ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്, ക്രിസ്ത്യൻ നേതൃത്വത്തിൻ്റെ സ്വഭാവം, ഐക്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രാധാന്യം അല്ലെങ്കിൽ ഒരുമയായിട്ട് സഭയുടെ ഒന്നായിട്ടുള്ള നിലനിൽപ്പിൻ്റെ പ്രാധാന്യം, ഒരിക്കലും വിഭജിക്കപ്പെടാതെ വിഭാഗീയത കടന്നുകൂടാതെ സ്വാർത്ഥതയോ താൻപോരുമയോ വരാതിരിക്കേണ്ട ഒരു സഭയുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു സമൂഹമായിരിക്കണം സഭ. അതുപോലെ തന്നെ ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്താണ്? സുവിശേഷവും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ദാനങ്ങളും അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് ക്രിസ്തീയമായ സ്നേഹം. ഇവയെല്ലാം കുറിച്ചുള്ള പൗലോസ് ശ്ലീഹായുടെ ഊന്നൽ അല്ലെങ്കിൽ ക്രിസ്തീയ ദൈവശാസ്ത്രത്തെയും ആരാധനക്രമത്തെയും രൂപപ്പെടുത്തുന്നതും ഇന്നും സ്വാധീനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവും ഒരു സ്ഥാനം ഇവയ്ക്ക് രണ്ടും ഉണ്ട്. അതുകൊണ്ട് അവയുടെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ ഈ ഒരു പഠനം, ഈ ഒരു എപ്പിസോഡ് ലൂടെ നമ്മൾ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു പഠനം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.